நாங்கள் கட்டுமரம் கட்டிக்கிட்டு கயறுவலை வீசிக்கிட்டு கடலோரம் போனோமே கடவுளே. மீன் தான் சுண்டு சுண்டிலுக்குதப்பா கடவுளே, மீன் தான் சுண்டு சுண்டிலுக்குதப்பா கடவுளே. நாங்கள் ஏறுமரம் ஏறிக்கிட்டு கயறுவலை வீசிக்கிட்டு கடலோரம் போனோமே கடவுளே. மீன் தான் சுண்டு சுண்டிலுக்குதப்பா கடவுளே, மீன் தான் சுண்டு சுண்டிலுக்குதப்பா கடவுளே. ഹലോ ഞാൻ അസ്കർ ഞാൻ വരട്ടെ പട്ടണത്തിലിരിക്കോ വീട്ടിലെല്ലാരും വന്നാനാ உமால எப்படி திருவாங்கூர்ல உள்ள இது செய்ததெல்லாம் நான் பார்த்து நல்லா இருந்து அப்படியா சரி பட்டணத்துக்கு வரும்போ எங்க வீட்டுக்கு வாருங்க இங்க இப்ப எங்க இருக்குது குத்துக்கல்ல முடியலதானா പട്ടണത്തില് ഇരിക്കോ ഒന്നേ രണ്ടാ കിളിഞ്ഞല്ലോ രണ്ടും ചുണ്ട് കടിയോടാ വൈദ്യനെ തേടി ഞാനോടാ. തേങ്ങാപ്പട്ടണം കടലും പുഴയും തെങ്ങും മലയും ഒക്കെ ഒരുമിക്കുന്ന ഒരു അപൂർവ സുന്ദരമായ ദേശം. ഒരുപാട് സംസ്കൃതികൾ കടന്നുപോയ മനോഹരമായ നാട്. തെൻഫത്തൻ, ധർമ്മഫത്തൻ എന്നൊക്കെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട നാഞ്ചി നാട്ടിലെ സുന്ദരമായ ഗ്രാമം. ഇത്തരത്തിൽ പേരുകളുള്ള ധാരാളം പേരെ പഴയ തലമുറയിൽ നമുക്ക് തേങ്ങാപ്പട്ടണത്തിൽ കാണാം. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സൂചകങ്ങളാണ് ഇത്തരം പേരുകൾ. മീരാൻ പിള്ള തന്നെ മീരാസ, മീൻപിള എന്നൊക്കെയായി മാറിയിട്ടുണ്ട്. നാഞ്ചി നാട്ടിലെ പ്രാചീന തുറമുഖങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന തേങ്ങാപ്പട്ടണത്തെ തുറമുഖം. അറബികൾ മുതൽ ധാരാളം വിദേശികൾ ഇവിടെ വ്യാപാരത്തിനായി വന്നിരുന്നു ഒരു കാലത്ത്. കേട്ടിട്ടുള്ളത് തമിഴ്നാട്ടിലെ ആദ്യത്തെ പള്ളി ഇതെന്നാണ്. 1000-ലധികം വർഷമുള്ള പഴക്കം ഉള്ള പള്ളി, കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പള്ളി. എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത? ഇത് ആരംഭം 1956 വരെ കേരളത്തോടെയാണ് ഇരുന്നത്. അതിനുശേഷം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല പിരിച്ച് നിൽച്ച് തമിഴ്നാടായി. കാരണം ഇത് കേരളം തന്നെ. അതിനുശേഷം ഇത് പള്ളി ശരിക്കും തമിഴ്നാട്ടിലെ ആദ്യത്തെ പള്ളിയാണ്. പിരിഞ്ഞതിന് ശേഷം ഇത് തമിഴ്നാട്ടിലെ ആദ്യ പള്ളിയാണ്. ഇത് ശരിക്കും എത്ര വർഷത്തെ പഴക്കമുണ്ടാവും ഈ പള്ളിക്ക്? ഇത് 1400 വർഷം. അപ്പൊ അത്ര പുരാതനമായ ഒരു പള്ളിയാണ്. പൂർണ്ണമായിട്ട് കല്ലാണല്ലേ? കല്ലാണ്. ഈ കേരളത്തിലെ പള്ളികൾ പൊതുവെ ഈ തടി കൊണ്ടാണ് പല കല്ലുകളും കാണപ്പെടുന്നത്. ഇവിടെ ഈ കല്ലിന്റെ ഒരു മനോഹരമായ ഒരു ഇതാണ് അന്നത്തെ പള്ളികൾ കാണാൻ കഴിയുന്നത്.
പിന്നെ ഇപ്പൊ ഇതിന്റെ പേര് പള്ളിക്ക് മാലിക് ദീനാർ പള്ളിയാണ്. ആ പേരിലാണ് അറിയപ്പെടുന്നത്. തേങ്ങാപട്ടണത്തിലെ തങ്ങന്മാരുടെ വീടുകളിൽ ഒന്നാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിൽ നിന്നെത്തിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വംശപരമ്പരയെയാണ് തങ്ങന്മാർ എന്നറിയപ്പെടുന്നത്. യമനിൽ നിന്ന് ഒരു വിഭാഗം കായൽപട്ടണം വഴി കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലേക്കും മറ്റൊരു വിഭാഗം തേങ്ങാപട്ടണത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. തേങ്ങാപട്ടണത്തിലൂടെയാണ് ദക്ഷിണ കേരളത്തിലെ തങ്ങന്മാരുടെ കുടിയേറ്റം നടക്കുന്നത്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നല്ലോ ഈ കുളച്ചൽ യുദ്ധം. 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ശരിക്കും കുളച്ചലിൽ മാത്രം പരിമിതപ്പെടുത്താറാണ് പതിവ്. എന്നാൽ കുളച്ചലിന് അടുത്ത് കിടക്കുന്ന ഈ തേങ്ങാപട്ടണത്തിനും ഈ കുളച്ചൽ യുദ്ധത്തിൽ വലിയൊരു റോളുണ്ട് എന്നതാണ് സത്യം. ഡച്ചുകാർ ഇങ്ങോട്ടും കടന്നു വന്നിരുന്നു. അവരുടെ വെടിയേറ്റ ഒരു പാറയാണ് നമ്മൾ ഈ കാണുന്നത്. അവരുടെ ആ വെടിയുണ്ടകളേറ്റ പാടുകൾ നമുക്ക് പാറയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ രാജാവിന് 3 ആർമി ചീഫുകൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ തേങ്ങാപട്ടണത്തുകാരനായ മിഡാലം സ്വദേശി പീരുക്കണ്ണായിരുന്നു. കുളച്ചലിലെ അന്തോണിയും അനന്തപത്മനാഭ നാടാറുമൊക്കെ ആർമി ചീഫുകളായിരുന്നു. മാത്രമല്ല, തേങ്ങാപട്ടണത്ത് നിന്ന് ആ യുദ്ധത്തിൽ 80ഓളം പേര് രക്തസാക്ഷിയായി എന്നാണ് ഇവിടുത്തെ പ്രാദേശികമായ കേട്ടുകേൾവി. അപ്പം കൃത്യമായത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ധാരാളം പേര് ഇവിടുന്ന് രക്തസാക്ഷിയായിട്ടുണ്ട് എന്നതാണ് സത്യം. തേങ്ങാപട്ടണത്തിൽ ഒരു മുതലാളി ഉണ്ടായിരുന്നു. അവരുടെ പേര് മിഡാലം പീരുക്കൺ. യഥാർത്ഥത്തിൽ ഇവർ തേങ്ങാപട്ടണം പുതിയ വീട്ടിൽ ജനിച്ച 1690 ജനിച്ച ഒരു മുതലാളിയാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് വന്നിട്ട് മിഡാലം, തേങ്ങാപട്ടണം, കുളച്ചൽ, എനയം, ഇങ്ങനെ എല്ലായിടം ഇന്നത്തെ എനയം പോർട്ട് എങ്ങനെയോ പോർട്ടായിട്ട് അവർ ഉദ്ദേശിച്ച സ്ഥലം കംപ്ലീറ്റ് അന്ന് തേങ്ങാപട്ടണത്തിൻ്റെ മുതലാളിമാர்கள். ഇവിടെ നിന്ന് മെയിനായിട്ട് ഇവിടെ കുരുമുളക്, തുണി ഉണ്ടായിരുന്നു, പുകയില, യാழ்പ്പാണത്തിൽ പുകയില ഇറക്കുമതി ചെയ്തിട്ട് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു. ഇത് പണ്ട് മിഡാലം പീരുക്കണ്ണു ഇപ്പോൾ അവരുടെ വാപ്പ മീരാൻ പിള്ളയുടെ കൂടെ ഇങ്ങനെ മഹാരാജാവ് ഒരു പ്രാവശ്യം കാണാപ്പോൾ അവിടുത്തെ ഒരു ഇളയരാജ ഇന്നത്തെ ഈ പറയുന്ന ആനിലം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അവർക്കും മിഡാലം പീരുക്കണ്ണും ഒരു ഫ്രണ്ട്ഷിപ്പായി ചെറുപ്പത്തിൽ. മിഡാലം കൈതവിളാകത്ത് തറവാട്ടിൽ ഇളയരാജാവ് ഒളിച്ചിരുന്നു. അപ്പോൾ തമ്പിമാരുടെ പട്ടാളം വന്നപ്പോൾ ഫ്രണ്ടിൽ മിഡാലം പീരുക്കണ്ണുപ്പാടെ ഉമ്മ ഉണ്ടായിരുന്നു. തലയിൽ മുട്ട കിട്ടപ്പോൾ അവരെ കണ്ട ഉടനെ അവരടുത്ത് ചോദിച്ചു ഇവർ വന്നിട്ട്, പറഞ്ഞു ഇവിടെ ആരും വന്നിട്ടില്ലാണ്. അങ്ങനെ അവർ വേറെ സ്ഥലത്ത് പോയി. ആനിലം തിരുനാൾ അന്നത്തെ ഇളയരാജാവ് മിഡാലത്തിൽ ഒരു മാസം കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ആർമി ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ആർമി എന്തിനാണെന്ന് വെച്ചാൽ കടൽ കൊള്ളക്കാരൻ, പിന്നെ ഈ പണ്ടകശാലയുടെ കള്ളന്മാർ, ഇതുപോലെയുള്ളവരെ പിടിക്കാനാണ്, ഇതുപോലെയുള്ളവരെ ഡിഫെൻഡ് ചെയ്യാനും മഹാരാജാവ് ആവശ്യം വരുമ്പോൾ ഇവരുടെ ആർമിയെ വിളിക്കും, ഈ പ്രൈവറ്റ് ആർമിയെ. ആഗസ്റ്റ് 1741 കുളച്ചലിൽ യുദ്ധം നടക്കുക. ഈ കുളച്ചൽ യുദ്ധത്തിൽ മിഡാലം പീരുക്കണ്ണിൻ്റെ പ്രൈവറ്റ് ആർമിയും ഇതുപോലുള്ള പല മുതലാളികളുടെയും പ്രൈവറ്റ് ആർമിയും തിരുവാങ്കൂർ അന്നത്തെ വേനാട് ഫോഴ്സും ഇവരെല്ലാം ചേർന്നാണ് ആ യുദ്ധം വിജയിക്കുന്നത്. തേങ്ങാപട്ടണത്തെ ചെറിയൊരു വ്യാപാര കേന്ദ്രമാണ് ഇത്. ഒരു കാലത്ത് വിദേശങ്ങൾ, പ്രത്യേകിച്ച് കൊളംബ്, ഇന്നത്തെ ശ്രീലങ്ക, അതുപോലെ മലയ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഈ ഉണക്കമീൻ, അതിന് ഒരു കരുവാടെന്നാണ് പറയുക, ഉണക്കമീൻ കയറ്റി അയച്ചിരുന്നു ഇവിടുന്ന്.
തോപ്പിൽ മുഹമ്മദ് മീരാൻ്റെ കൃതിയായ അദ്ദേഹത്തിന് ആ നോവലായ തുറമുഖത്തിൽ അങ്ങനെ കയറ്റി അയച്ചിരുന്ന തൻ്റെ കുടുംബത്തിന് സംഭവിച്ച ഗതിവിഗതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ചരക്കുകൾ ഇവിടെ വരികയും ഇവിടെ നിന്ന് കയറ്റി അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്രാവിൻ്റെ തൊലി ഉണക്കിയൊക്കെ അവർ കയറ്റി അയച്ചിരുന്നു ഇവിടെ നിന്ന്. അങ്ങനെ ലോകത്ത് വളരെ പ്രസിദ്ധമായ സ്ഥലം ജപ്പാനിലേക്കൊക്കെ ശരിക്കും ഇവിടുത്തെ സ്രാവിൻ്റെ ഉണക്ക് സ്രാവ് എത്തിയിട്ടുണ്ട് എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഒരു കാലത്ത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും ഭരണകൂടങ്ങൾ നിരോധിച്ചിരുന്ന കവിതയാണിത്. ഇത് എഴുതിയ ആൾക്ക് ഇതിൻ്റെ പേരിൽ 6 മാസം വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തു. 1930 കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പൊന്നറ ശ്രീധരൻ, NC ശേഖർ എന്നിവർക്കൊപ്പം ഒരു കവി കൂടിയുണ്ടായിരുന്നു. തേങ്ങാപ്പട്ടണത്തിനടുത്ത അംഷി എന്ന ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അംഷി നാരായണ പിള്ളയായിരുന്നു അത്. 1941 അംഷി നാരായണ പിള്ള സ്ഥാപിച്ച സ്കൂളാണിത്. കവിയും പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായൊക്കെ ചരിത്രത്തിൽ തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു അംഷി നാരായണ പിള്ളയുടേത്. തോപ്പിൽ മുഹമ്മദ് മീരാൻ്റെ വീടാണിത്. തേങ്ങാപ്പട്ടണം എന്ന ഈ ഗ്രാമത്തെ വിഖ്യാതമാക്കിയത് ഈ ഗ്രാമത്തിൻ്റെ സ്വന്തം എഴുത്തുകാരനായ തോപ്പിൽ മുഹമ്മദ് മീരാനാണ്. തേങ്ങാപ്പട്ടണത്തിൻ്റെ 100 വർഷത്തെ ചരിത്രം, ഇവിടുത്തെ മിത്തുകൾ, ഇവിടുത്തെ ജനജീവിതം ഒക്കെ മീരാൻ്റെ കൃതികളിലൂടെ നമുക്കറിയാം. 99 മലയാളത്തിൽ പുറത്തു വന്ന ഒരു കടലോര ഗ്രാമത്തിൻ്റെ കഥ, അതോടൊപ്പം മീരാന് നിരവധി ബഹുമതികൾ നേടിക്കൊടുത്ത ചാരു കസേര, മീരാൻ്റെ തന്നെ സ്വന്തം ആത്മകഥാംശവും കുടുംബചരിത്രമൊക്കെ ഉള്ള തുറമുഖം, അതുപോലെ തന്നെ നിരവധി പഠനങ്ങളൊക്കെ തോപ്പിൽ മുഹമ്മദ് മീരാൻ്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഒരേ സമയം തമിഴിലും മലയാളത്തിലും എഴുതാൻ കഴിവുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അറബി മലയാളത്തെ പോലെ അറബി തമിഴ്, അറബി മാപ്പിള സാഹിത്യ ശാഖ ഒക്കെ അദ്ദേഹത്തിൻ്റെ പഠന മേഖലയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പലരുടെയും രൂപസാദൃശ്യങ്ങൾ നമുക്ക് ഇന്ന് തേങ്ങാപ്പട്ടണത്ത് കാണാം. തികച്ചും ഈ ഭാഷയെ, ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ ജീവിതത്തെ അതിമനോഹരമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മീര. നല്ല ഇഞ്ചിയിട്ട കട്ടൻ ചായയും ബൂരിയ, ഇത് ഇവിടെ ഒരുപാട് ഭക്ഷണ വിഭവങ്ങളുള്ള ഒരു നാട് കൂടെയാണ്. കല്യാണ വീടുകളിലൊക്കെ പണ്ട് കൊണ്ടുവരുന്ന ബൂരിയാൻ എന്നൊരു വിഭവം, അതായത് മടക്കസ. അപ്പം ഇതും കൂട്ടി നമ്മുടെ മീര സാഹിബിൻ്റെ കടയിൽ നിന്നൊരു നല്ല ചായ അടിക്കുകയാണ് ഇപ്പോൾ. തേങ്ങാപ്പട്ടണത്തിൻ്റെ സ്വന്തം വിഭവങ്ങളും